ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ആരാണ് ദരിദ്രന്മാർ? ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിലർ പ്രശ്നിക്കുന്നതാണ് ദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ വളരെ ജീവിതത്തിന്റെ വളരെ താഴെത്തട്ടിലുള്ളവരെ. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. രണ്ടർത്ഥങ്ങളോടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ, ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള ദാഹമുള്ളവർ. ദൈവത്തെ സ്തുതിച്ച് കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇന്ന് രാത്രിയിലും ഹൃദയം തുറന്ന്, കർത്താവേ എനിക്ക് നിന്നെ വേണം, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ധനവാനെന്ന് ക്ലെയിം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദോസ് അവരെ വിളിക്കുന്ന നിർഭാഗ്യൻ, അരിഷ്ടൻ, wretched, miserable, poor, blinded, naked. അവിടെയും തൊടാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ. അവിടെ പറഞ്ഞേക്കാണ്, തീയിൽ ഊതി കഴിച്ച പൊന്നാണ് നമ്മളെ സമ്പന്നമാക്കുന്നത്. ദൈവത്തെ സ്തുതിച്ചേ. മില്യനേഴ്സ് ഉണ്ട്, അവർ ധനവാന്മാരായിരിക്കാം, പക്ഷെ വേദപുസ്തകം അവരെ വിളിക്കുന്ന ദരിദ്രരെന്നാണ്. ദൈവത്തെ സ്തുതിച്ചേ. യേശു ഹൃദയത്തിലില്ലെങ്കിൽ അവിടെ ശൂന്യതയാണ്. 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കാണ്. അതായത് നീ അരിഷ്ടൻ, കുരുടൻ, ദരിദ്രൻ, നഗ്നൻ. പിന്നെ പറഞ്ഞിരിക്കുന്നു, ആമേൻ, ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞിട്ട് പറയാം, 3 കാര്യങ്ങൾ ചെയ്താൽ സമ്പന്നനാകും. ഇന്ന് രാത്രിയിൽ തൊട്ട് പോവാണ്. ദൈവത്തെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒന്നാമത് പറഞ്ഞു, തീയിലൂതി കഴിച്ച പൊന്ന്, അത് യേശു ക്രിസ്തുവാണ്. ഗദസമന തോട്ടം മുതൽ കാൽവരി മല വരെ ഒലിവ് ചക്കിൽ എണ്ണ അതിന്റെ നീര് പിഴുതു വരുന്നത് പോലെ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി. ദൈവത്തെ സ്തുതിച്ചേ. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാണെങ്കിൽ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്, ഹൃദയം തകർന്നെങ്കിലേ നേഴ്സിലൂടെ ബ്ലഡ് വരുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് തന്റെ തലയിൽ ഏതാണ്ട് 3-4 ഇഞ്ച് നീളമുള്ള മുൾക്കിരീടം തന്റെ തലയിൽ താഴ്ത്തി കർത്താവിനെ മാറ്റപ്പെടുത്തുകയും, അത് നമ്മുടെ ശാപങ്ങളെ അവൻ വഹിച്ചതിന്റെയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട്. അതാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവൻ നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് അവൻ നമ്മുടെ ശാപങ്ങളെ വഹിച്ചു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനുശേഷം തന്റെ വിലാവിൽ അവർ പിന്നീട് കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. ഒന്നുകുറെ 39 അടി തന്നെ താൻ കൊള്ളുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സൗഖ്യത്തിനായിരുന്നു. കർത്താവിനെ സ്തുതിച്ച്. ഏറ്റവും വലിയ സൗഖ്യം ആത്മാവിന്റെ സൗഖ്യമാണ്. നിങ്ങൾക്കറിയാം, ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിലും ഒരു നല്ല തുക മുടക്കിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? യേശു ഉപമ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വയലിൽ ഒരു മനുഷ്യൻ ഒരു നിധി ഒളിപ്പിച്ച് വെച്ചിട്ട്, ദൈവത്തെ സ്തുതിച്ച്, നിധി കണ്ടിട്ട് താൻ തനിക്കുള്ളതെല്ലാം വിറ്റ്, ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്തുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് താൻ ആ വയല് വാങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, ഇന്ന് എനിക്ക് ഒരു വീടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രസാദ് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ഇത് വിറ്റിട്ട് ഒരു ചതുപ്പ് നിലം വാങ്ങുകയാണെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് മനുഷ്യൻ പറയും ഫൂളിഷ് മാൻ, വിഡ്ഢിയാണെന്ന് പറയും. പക്ഷേ ആ നിധി ആ മനുഷ്യൻ കണ്ടത് യേശു ക്രിസ്തുവായിരുന്നു. കർത്താവിനെ സ്തുതിച്ച്. ആ നിധി ദൈവരാജ്യമായിരുന്നു. താൻ അത് കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് താൻ അത് വാങ്ങുകയാണ്. ദൈവത്തെ സ്തുതിച്ച്. ഒരു കലാകാരനും തന്റെ തൊഴിൽ വിടുകയില്ല. ഞങ്ങളുടെ കുലത്തൊഴിലായിരുന്നു കല. ദൈവത്തെ സ്തുതിച്ച്. ഞങ്ങൾ 3 സഹോദരന്മാരും ഇവിടെ എനിക്ക് ഒന്നും ഘോഷിക്കേണ്ട കാര്യമില്ല, അറിയാം. 3 സഹോദരൻ ഇതേ തൊഴിലായിരുന്നു. എടാ, ഞാൻ പഠിച്ചിട്ടില്ല, നീ ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം എന്നെ രേവർമ കോളേജിൽ പഠിപ്പിച്ച 2 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് ഡ്രോയിങ് ടീച്ചർ. എന്റെ ബാച്ചുള്ളവരെല്ലാം റിട്ടയർഡായി. ദൈവത്തെ സ്തുതിച്ച്. അവരെല്ലാം ഡ്രോയിങ് ടീച്ചേഴ്സ്. ബോംബെ ശാന്തി നികേതനിൽ എനിക്ക് കിട്ടിയത്. അവിടെയാണ് എനിക്ക് പ്രിൻസിപ്പളായിട്ട് ഇറങ്ങാമായിരുന്നു. ദൈവത്തെ സ്തുതിച്ച്. പക്ഷേ മിസ്രൈമ്യ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി 2000-ൽ ഞാൻ ഈ സുവിശേഷം കേൾക്കുമ്പോൾ, 2000-ൽ ഞാൻ ഈ സുവിശേഷം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എനിക്ക് വിലയേറിയത് മുഴുവൻ ഞാൻ വിറ്റിട്ട് ഞാൻ ആ വയല് വാങ്ങി. 2007-ല് കൈ ഒടിഞ്ഞ് ഒരു സഹോദരി അവിടെ വന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, നീ കൈ സൗഖ്യമാക്കുന്നത്, ഗീത സഹോദരി. അന്ന് ആ കൈ അവിടെ സൗഖ്യമായി. വീട്ടിൽ വരുമ്പോൾ ഒറ്റ പ്രാർത്ഥനയുടെ ആ കൈ 2007-ൽ അന്ന് എൻ്റെ ബ്രദർ അച്ചാച്ചൻ്റെ പെങ്ങൾ മറിയമ്മാമ്മയുടെ മോൻ സജി ദൃസാക്ഷിയാൻ. അന്ന് ആ കൈ സൗഖ്യമായി. സഹോദരി കോളനിയിൽ ചെന്നു. ഇവക്ക് കൈ കൊണ്ട് അനക്കാനൊക്കത്തില്ല. അവള് തേങ്ങ പൊതിക്കണ 3 വീട്ടിൽ പോണം, കിണറ്റിൽ നിന്ന് വെള്ളം കോരാനൊക്കത്തില്ല. ആ ഗീതയുടെ അടുത്ത് വന്ന് ആരെങ്കിലും ഉണ്ട് എന്ന് കൈ കൊടുത്തേക്ക് എവിടെ വന്ന് ആമേ ധാരാളമുണ്ട് നോക്കിയേ. അവള് ചെന്നപ്പോൾ അന്ന് അവിടുന്ന് 8 കുടുംബം അവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സ്നാനപ്പെടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ സഭയായത്. ഓ, കരകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. താൻ തനിക്കുള്ളതെല്ലാം വാങ്ങി. വേറൊരുത്ത് പറയും, ഒരു വ്യാപാരിക്ക് ഒത്തിരി മുത്തുകൾ ഉണ്ടായിരുന്നു. താൻ ആ മുത്ത് മുഴുവൻ വിലയേറിയ ഒരു മുത്ത് കണ്ട് ഇന്ന്
രാത്രി ഞാൻ പറയട്ടെ, തീയിലൂതി കഴിച്ച പൊന്ന് അത് യേശു ക്രിസ്തുവാ. എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിത്യത വരെ നിങ്ങളെ കരം പിടിച്ച്, എല്ലാവരും ഒന്ന് പറഞ്ഞ നിത്യത വരെ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പൊ ശിഷ്യന്മാർ വിചാരിച്ചു ഇവൻ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇവന്റെ തൊങ്ങലിൽ തൊടുന്ന ഒരു സൗഖ്യമാകുന്നുണ്ട്. കർത്താവിനെ ശ്രദ്ധിച്ചേ, അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു ഇവിടെ കൊണ്ട് തീരത്തില്ല, ഞാൻ സ്ഥലമൊരുക്കാൻ പോവാ. ഞാൻ സ്ഥലം ഒരുക്കിയാലുണ്ടല്ലോ നിങ്ങളെ വന്ന് ചേർക്കും. കർത്താവിനെ ശ്രദ്ധിച്ചോട്ടെ. ഏതെങ്കിലും മഹാന്മാരോ ആരെങ്കിലും പറഞ്ഞോ ഞാൻ വീണ്ടും വരുമെന്ന്? ദൈവത്തെ ശ്രദ്ധിച്ചേ, ആരെങ്കിലും പറഞ്ഞോ വീണ്ടും വരുമെന്ന്? മറ്റേ എല്ലാ അധ്യായം അവിടെ തീരുകയാണ്. പക്ഷെ ഒരാൾ പറയുക, താണഭൂമി വന്ന് പറയുക, സ്വർഗത്തിൽ കയറിയവനും ഇറങ്ങിയവനും. ദൈവത്തെ സ്തുതിച്ച്, സ്വർഗത്തിൽ കയറിയവനും ഇറങ്ങിയവനും അല്ലാതെ, മനുഷ്യപുത്രൻ അല്ലാതെ ആരും അവിടെ കയറിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പാടിൽ യോഹന്നാൻ എഴുതുമ്പോൾ പറയുക, ആ നഗ്നത ശ്രദ്ധിച്ച്, ധനവാനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്. ദൈവത്തെ സ്തുതിച്ച്, ആ തീയിലൂതി കഴിച്ച പൊന്നെന്താണെന്നറിയോ? കഷ്ടത എന്ന തീച്ചുളയിലൂടെ നമ്മൾ ഗീതം എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ എഴുതിയ ദൈവത്തിന്റെ കോപത്തീയിൽ വെന്തരിഞ്ഞവൻ. ദൈവത്തെ സ്തുതിച്ച്, അവിടുന്ന് വരുന്ന അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവരുടെ രക്ഷാനായകനെ എന്ത് ചെയ്തു? കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുകയാണ്. ആ തീയിലൂതി കഴിച്ച പൊന്നുണ്ട്, അത് വേറെ ജൂവലറിയിലൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അത് സൗജന്യമാണ്. ഞാൻ എപ്പോഴും പറയും, യേശു ക്രിസ്തുവിന്റെ ഒരു തുള്ളി രക്തത്തിന് കോടി രൂപയാണെങ്കിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാ. ചിലര് പോയി മേടിക്കും, അത് യെരൂശലേമിലെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം വിളിച്ചു പറയുക, ആയിരിക്കുന്നിടത്ത് കർത്താവേ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, നീയാണ് ആ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. സമ്പന്നനാകേണ്ടതിന് കർത്താവേ നീ എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവിടെ ലഭിക്കുന്ന സന്തോഷം വലുതാണ്. ദൈവത്തെ സ്തുതിച്ചാട്ട്, അത് യേശു ക്രിസ്തുവാണ്. അതിന് നിങ്ങൾ പൈസ മുടക്കണ്ട, അതെല്ലാം സൗജന്യമാണ്. ഒറ്റക്കാര്യം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അവൻ എന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും മൂന്നാം നാൾ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങളെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇസ്രായേലിലൊക്കെ. പക്ഷെ കർത്താവിന്റെ കല്ലറയുടെ ആ ഭാഗത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ഒരു ദൂതൻ നിപ്പുണ്ട് ഇന്നുകൊണ്ട്. ഇന്നും ആ ദൂതൻ പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളെ ആരെയാണ് അന്വേഷിക്കുന്നത് ഇവിടെ? ദൈവത്തെ സ്തുതിച്ച്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട. ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, അവന്റെ ഒഴിഞ്ഞ കല്ലറയാണ് നിന്റെയും എന്റെ നീതി. പത്രോസിന് ധൈര്യത്തോടെ അവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയും. നിങ്ങളുടെ ഗോത്രപിതാവുണ്ടല്ലോ ദാവീദ്, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, അവിടെ എല്ലും മുള്ളും വേണം ഇങ്ങനെ പറയാൻ നഖവുമായി കടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം. ഇന്ന് ഭൂമിയിൽ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും മണ്ണിനടിയിൽ എല്ലും അതുമായി ശേഷിക്കുമ്പോൾ ദ്രവത്വം പ്രാപിക്കാത്ത ഒരു ശരീരം ഉയർത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, എത്ര പേർക്ക് സന്തോഷമുണ്ട്? അത് എന്റെ യേശു കർത്താവിന്റെ ശരീരമാണ്. His empty grave is our righteousness. His empty grave is our righteousness. അവന്റെ ഒഴിഞ്ഞ കല്ലറയാണ് നമ്മുടെ നീതി. ഇതാണ് റോമർ 4 പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ്, നമ്മുടെ അതിക്രമം നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ചു, നമ്മളെ നീതീകരിപ്പാൻ ഉയർപ്പിച്ചു. നമ്മുടെ പാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ തീർന്നില്ല കുഞ്ഞ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ നാമം ഞാൻ വിളിച്ചു പറയുമ്പോൾ ചില മുട്ടുകൾ ഇവിടെ മടങ്ങുകയാണ്. എത്ര പേർ ഏറ്റെടുക്കും? ചില മുഴങ്കാലുകൾ മടങ്ങുകയാണ്. വാതുകെട്ട് നിന്റെ ഭവനത്തിനകത്ത് ഏറ്റെടുത്തോ നിന്നെ ഒരു അടുത്ത ലെവലിലേക്ക് പരിശുദ്ധം വ്യക്തമായിട്ട് പറയുന്നു. വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ആത്മാവിൽ ദൈവത്തിന്റെ വചനം ചലിക്കുകയാണെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? അവിടെ 107 സങ്കീർത്തനം 20 പറയുന്നു, താൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ദൈവത്തെ സ്തുതിച്ച്, he sent out his word and healed them and delivered them from their destruction. ആ വചനം പായുകയാണ്, നിന്റെ ഭവനത്തിൽ പായുകയാണ്. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഈ വചനം ശക്തിയോടെ ചലിക്കുകയാണ്. ഈ വചനം ശക്തിയോടെ ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുകയാണ്. ഇത് അത്ഭുതമാണ്.